നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം വിജയിച്ചിരിക്കുന്നു. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വിജയം ആണെന്ന് നമുക്ക് ആശ്വസിക്കാം. അത് കേന്ദ്ര സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ മൊനയൊടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ വിജയം തന്നെ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും, ബഹളം വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ പേരിന് മാത്രം ചില നടപടികളെടുക്കും, അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം എന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യത്തിൻ്റെ മൊനയൊടിച്ചു എന്ന് തന്നെ, അത് വലിയ കാര്യം തന്നെയാണ് എന്ന് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം. ഇനിയൊരു പ്രസിഡൻസ് വന്നു, ഒരു വകുപ്പിൽ അഴിമതിയോ ക്രമക്കേടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വകുപ്പ് മേധാവി രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടതാണ്. പിടിപ്പില്ലാത്തവൻ, കഴിവുകെട്ടവൻ ഭരിക്കണ്ട എന്നൊരു പ്രസിഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ സാധാരണ രീതിയിൽ ഇന്ത്യയിൽ, ഭാരതത്തിൽ നടക്കാത്തതാണ്. മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ അവർ വളരെയധികം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്, അവരതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇതാദ്യമാണ്. ആ നിലയ്ക്ക് ഇത് വലിയ ആശ്വാസമാണ്. എന്നാൽ ഇത് ഈ സമരം എത്ര കണ്ട് ജനാധിപത്യപരമാണ്, അല്ലെങ്കിൽ എത്ര കണ്ട് സാധാരണക്കാരുടെ സമരമാണ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഈ നീറ്റ് പരീക്ഷ എന്നുള്ളത് എല്ലാവർക്കും എഴുതാം എന്നുള്ളത് അവർ പറയും. അവരെ കണ്ണിൽ കൂടെ നോക്കുകയാണെങ്കിൽ അത് ജനാധിപത്യപരമാണ്, എല്ലാവർക്കും എഴുതാം. എഴുത്ത് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ റാങ്ക് വരുന്നവന് പ്രവേശനം ലഭിക്കും. അവിടെ ആപ്റ്റിറ്റ്യൂഡോ പാഷനോ ഒന്നും തന്നെ നിർണ്ണയിക്കപ്പെടുന്നില്ല. അത്തരം മാനദണ്ഡങ്ങളൊന്നും തന്നെ വിലയിരുത്തുന്നുമില്ല. അപ്പോൾ മാത്രമല്ല, ഈ നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് കുറേ ഉണ്ട്. അവർക്കാണ് ഇപ്പോൾ ചോദ്യപേപ്പറൊക്കെ ലീക്കാക്കി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയുന്നത്. അവിടെ ചേർന്നത് തന്നെ ഏറ്റവും ക്രീമായിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്ന പശ്ചാത്തലമുള്ളവരാണ്. ഉള്ളവരുടെ മക്കൾക്കേ അവിടെ കിട്ടുന്നുള്ളൂ. 2, 3, 4 ലക്ഷമൊക്കെ കൊടുത്ത് പഠിക്കാൻ അവിടെ സാധാരണക്കാരായ കൂലിപ്പണിക്ക് പോകുന്നവരുടെ മക്കൾക്കൊന്നും സാധിക്കില്ല, അത് എഫോർഡ് ചെയ്യില്ല അവിടെ. അപ്പോൾ അവിടെ കിട്ടുന്നത് തന്നെ ഏറ്റവും കാശുകാരുടെ മക്കൾക്കാണ്. ഇനി കിട്ടി, അവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ അവിടെയും സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ എല്ലാവരും തുല്യത എന്നുള്ള സംഗതി അവിടെ ഡിനൈ ചെയ്യപ്പെടുകയാണ്. സാധാരണക്കാരുടെ മക്കൾക്ക് കോച്ചിങ് സെൻറ്ററുകൾക്ക് അപ്രാപ്യമാണ്. അപ്പോൾ പൂട്ടിടേണ്ടത് കോച്ചിങ് സെൻറ്ററുകൾക്കാണ്. എല്ലാവരും, എല്ലാ കുട്ടികളും പഠിക്കുക, എഴുതുക, എല്ലാവർക്കും ഒരുപോലത്തെ കോച്ചിങ്ങൊന്നും അവിടെ കൊടുക്കപ്പെടുന്നില്ല. ഇനി അഥവാ അവർ ജയിച്ചു, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ പ്രവേശനം കിട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ, ഇവരെല്ലാവരും തന്നെ വലിയ വലിയ കുടുംബത്തെ ആൾക്കാരാണ്. അവരത് കഴിഞ്ഞ് നീറ്റ് എക്സാം കഴിഞ്ഞ് ആ സർക്കാർ ഖജനാവിലെ സാധാരണക്കാരായ ആൾക്കാരുടെ കരം കൊടുക്കുന്ന കാശുകൊണ്ട്, അവർ കരമടയ്ക്കുന്ന കാശുകൊണ്ട് ഈ കുട്ടികളൊക്കെ പഠിക്കും, സുഖത്തോടെ കൂടെ പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ സേവനം നമുക്ക് കിട്ടുന്നില്ല, ഭാരതത്തിൽ നിന്ന് കിട്ടില്ല. ഭയങ്കര ഒരു ബ്രെയിൻ ഡ്രെയിനാണ്. അവരൊരു ഇൻ്റലക്ച്വൽ ഡ്രെയിൻ തന്നെ വിദേശത്തേക്ക് പോകുന്നു. അവിടെ പോയിട്ട് സെറ്റിലാവുന്നു. ഇവരുടെ സേവനം അവിടെ ഉള്ളവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണക്കാർക്ക് ഇവരുടെ സേവനവും ലഭിക്കുന്നില്ല. ആ അർത്ഥത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സാധാരണക്കാരുടെ ജയമല്ല. സാധാരണക്കാരുടെ ജയമാവണമെങ്കിൽ ഈ സിസ്റ്റം തകർക്കപ്പെടേണ്ടതുണ്ട്. സിസ്റ്റം കംപ്ലീറ്റ് മാറ്റണം. അതിന് തുടക്കത്തിൽ തന്നെ കാശുള്ളവനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. കാശുള്ളവൻ അല്ലാത്ത ആൾക്കാരൊന്നും അധ്യാപക വൃത്തിയിലേക്ക് വരുന്നില്ല. അപ്പോൾ അവിടുന്ന് കറക്റ്റ് ചെയ്യപ്പെടണം. എയ്ഡൻ മേഖലയിലെ അധ്യാപക നിയമനമൊക്കെ PSCക്ക് വിട്ടുകൊണ്ട് തന്നെയുള്ളൊരു കറക്ഷൻ വരണം. എന്നാൽ മാത്രമേ അവിടെയാണ്, വിദ്യാലയങ്ങളിലാണ് ജനാധിപത്യ മൂല്യങ്ങളിൽ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെ തന്നെ ജനാധിപത്യ വിരുദ്ധത നടക്കുകയാണ്. ആ വിരുദ്ധത തുടർന്നുകൊണ്ട് പോവുകയാണ്. അതിങ്ങനെ വളർന്നു വരുന്നതോടും എല്ലാ ബ്രാഞ്ചസിലേക്കും അത് സ്പ്രെഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ കറക്റ്റ് ചെയ്യപ്പെട്ടാലേ ഇത് സാധാരണക്കാരുടെ വിജയമാണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നടത്തുന്ന ആൾ, അതിൻ്റെ നേതൃനിരയിലുള്ള ആൾ അമേരിക്കൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അത്രയും ഫണ്ടുണ്ട്. ആ ഫണ്ടുള്ള ആൾക്കാർക്ക് ആളുകളെ ഏകോപിപ്പിക്കാൻ വളരെയധികം എളുപ്പത്തിൽ പറ്റി പിടിച്ചു നിൽക്കാൻ, സമരം പിടിച്ചു നിൽക്കാൻ എൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ കാശ് തന്നെയാണ്. കാശിട്ട് വ്യയം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും വലിയ സംഗതിയാണ്. പിന്നെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത പല ഘടകങ്ങളും എല്ലാം കൂടി സ്നോബോൾഡായി ഒത്തുചേർന്നപ്പോൾ സർക്കാരിന് മുട്ടുമടക്കേണ്ടതായി വന്നു. കാരണം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഒരു വിജയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുട്ടുമടക്കില്ല എന്ന് ചില വ്യക്തികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നതിലപ്പുറം ഇതൊരു ജനാധിപത്യത്തിൻ്റെ വിപ്ലവം എന്ന് പറയണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. ഇനി ഈ പാർട്ടിക്ക്, കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള സോഷ്യലിസം ഈ വടക്കൻ മേഖലകളിലെ UP ഒന്നും തന്നെ ഇല്ല. അവിടെ ബേസിക് ആളുകൾ രണ്ട് തട്ട് തന്നെയാണ്. ഭയങ്കര വലിയ എക്സ്ട്രീമായിട്ടുള്ള രണ്ട് തട്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുണ്ട്. ബേസിക് കമ്മ്യൂണിറ്റീസ് സർക്കാരിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ താഴെ തട്ടിലുള്ളവർ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അത് അവർക്ക് ആ ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഇത് വിപ്ലവകരമായ മാറ്റമാണ്. ഇതിനെ നിസ്സാരമായി കാണുകയല്ല, എന്നാലും അതിനെ അഡ്രസ്സ് ചെയ്ത് വിജയിപ്പിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് അതിന് വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നുള്ളൂ. ജുഡീഷ്യറി സമസ്ത മേഖലയിലുണ്ട്, ഇനി അവർ ഇടപെടുമെന്ന് വിശ്വസിക്കാം. പക്ഷേ ഈ ഇടപെട്ട മേഖലയിൽ തന്നെ ഈ കോച്ചിങ് സെൻറ്ററുകൾ ഇങ്ങനെ വലിയൊരു വടവൃക്ഷം പോലെ ഇങ്ങനെ കൂണ് പോലെ വളർന്ന കോച്ചിങ് സെൻറ്ററുണ്ട്. വലിയ കോച്ചിങ് സെൻറ്റേഴ്സുണ്ട്. അവിടെ ചേരാൻ എഫോർഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് വളരെ ബാക്കിലാണ്, പിന്നോട്ടാണ് റാങ്ക് പോകുന്നത്. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ വിജയം സാധാരണക്കാരുടെ വിജയം, വിപ്ലവാത്മകമായ വിജയം, ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നു. മറ്റത് ധാർഷ്ട്യത്തിൻ്റെ മുന്നിലുള്ളൊരു വിജയമായിട്ട് എനിക്ക് കണക്കാക്കാൻ എനിക്ക് സാധിക്കുള്ളൂ. കാരണം ഇത് സൊസൈറ്റിയിലെ ക്രീമായിട്ടുള്ള ആൾക്കാരുടെ മക്കളുടെ ഒരു സമരമായിട്ട് എനിക്ക് കണ്ടു. താഴെ തട്ടിലുള്ള ആൾക്കാർ അവിടെ പോയിട്ട് തമ്പടിച്ച് കിടക്കാനോ സമരം ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളായി തന്നെ കിടക്കുകയാണ്, പരിഹരിക്കപ്പെടുന്നുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്ത് അതുകൂടി പഠിച്ച് അതുകൂടി കണ്ടുകൊണ്ട് സിസ്റ്റം എങ്ങനെയാണ് പൊളിച്ചെഴുതുക എന്ന് ആലോചിക്കുകയും അതിനനുസരിച്ച് പൊളിച്ചെഴുത്ത് നടത്തുകയും ചെയ്താൽ മാത്രമേ ഈ സമരം കൊണ്ട് സാധാരണക്കാരന് ഉപകാരം കിട്ടൂ. അതല്ല എന്നെങ്കിൽ ഈ ഒരു മന്ത്രി രാജിവെച്ചു, BJPയുടെയും നരേന്ദ്രമോദിയുടെയും ധാർഷ്ട്യത്തിൻ്റെ മോനെ ഒടിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമേ സാധിക്കുള്ളൂ. അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ പ്രതിച്ഛായ വർദ്ധിച്ചു, അവർക്ക് ഗ്ലാമർ കൂടി, ഗ്ലിറ്റർ ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് താഴെ തട്ടിലേക്ക് ഇറങ്ങി സാധാരണക്കാരായ വിദ്യാർത്ഥികളെയും കൂടി പരിഗണിച്ചു കൊണ്ടൊരു പൊളിച്ചെഴുത്ത് നടത്താൻ സാധിച്ചാൽ മാത്രമേ ഇത് ഒരു ജനാധിപത്യത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ വിപ്ലവാത്മകമായ വിജയം, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വിജയമായി മാറുള്ളൂ. അല്ലാത്തിടത്തോളം കാശുകാര വിദ്യാർത്ഥികളുടെ വിജയം മാത്രമായി ചുരുങ്ങും. നന്ദി, നമസ്കാരം.